ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനൊരു വറുത്തരച്ച ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി 2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തു. നമുക്കിനി ഇതൊന്ന് പുരട്ടി വെക്കാം. മുളകൊക്കെ കുറച്ച് ചേർക്കുന്നുണ്ട്. കുരുമുളക് ഇട്ട് കൊടുക്കും, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം, സ്വല്പം കരിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് ഒരു വിസിലടിച്ച് വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ബാക്കി ചേരുവകളെല്ലാം തയ്യാറാക്കാം. അരപ്പിന് ആവശ്യമായിട്ടുള്ള ചേരുവകളാണ് കുറച്ച് മസാലക്കൂട്ടാണ് ഇട്ടേക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. നമ്മളൊരു സ്വല്പം വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. പെട്ടെന്നൊന്ന് മൂത്ത് കിട്ടാനാണ് നമ്മൾ ചെയ്യുന്നത്. വെളിച്ചെണ്ണയുള്ള തേങ്ങ ആണെങ്കിൽ അധികം ഒഴിക്കണ്ട. സമയമുള്ളവർക്ക് പതുക്കെ ഇരുന്ന് ചെയ്താൽ മതി. ഞാൻ ഇച്ചിരി തീ കൂട്ടിയിട്ട് വറക്കാൻ പോവാണ്, അതുകൊണ്ടാണ് എണ്ണ ഒഴിച്ചത്. ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. സ്വല്പം കരിയാപ്പിലയും കൂടി ഇടാം. തിരക്കുള്ളത് കൊണ്ട് സ്പീഡിൽ ചെയ്യുവാണ്. പതുക്കെ ഇളക്കി എടുത്തിട്ട് നമുക്ക് വേണ്ടുന്ന ചേരുവ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ തക്കാളി എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തു, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി കുറച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ക്ലീൻ ചെയ്യണം, അതുകൊണ്ടാണ് സ്പീഡ് വേണമെന്ന് പറഞ്ഞത്. നമുക്കിത് തയ്യാറാക്കാം. നമ്മുടെ തേങ്ങ എല്ലാം നല്ല വൃത്തിയായിട്ട് മൂത്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം കൂടി ഇടുന്നുണ്ട്, അരപ്പിനൊരു നിറം കിട്ടാൻ വേണ്ടി. ചിക്കൻ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. നമ്മൾ ഓരോ ചേരുവയ്ക്കും കുറച്ച് മുളക് പൊടി ഇടണം, എങ്കിലേ അതിൻ്റേതായിട്ടുള്ളൊരു രുചി കിട്ടത്തുള്ളൂ. ഇത് തണുത്തതിന് ശേഷം നന്നായിട്ട് പൊടിച്ചെടുക്കാം. എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനിവിടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടെ, ചെറിയ ഉള്ളിയും കൂടെ ചതച്ചെടുത്തത്, സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടെ ഒരു പെട്ടെന്നൊരു എളുപ്പ വഴിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നമ്മൾ കുക്കറിലോട്ട് ഇടുവാണ്. കുക്കറിലിട്ട് ഒരു വിസിലടുപ്പിച്ച് കഴിഞ്ഞാൽ നല്ല തിക്ക് ഗ്രേവിയോടുകൂടി പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കേണ്ട ഒരു കാര്യമില്ല, നല്ല ടേസ്റ്റാണ്. ഇവിടെ നമ്മൾ സ്വല്പം മുളക് പൊടി ഇട്ടിട്ടുണ്ട്, ഉപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊരു വിസിലടിക്കുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. വളരെ പെട്ടെന്ന് ഉള്ളിയെല്ലാം നന്നായിട്ട് വഴഞ്ഞ് കിട്ടും. സ്വല്പം വെളിച്ചെണ്ണയോടെ ഒഴിക്കുകയാണ്. നമ്മൾ സാധാരണ എടുക്കുന്നതിൽ കുറച്ച് വെളിച്ചെണ്ണ മതി ഇങ്ങനെ ചെയ്യുമ്പോൾ. തേങ്ങ ആറിയിട്ടുണ്ട്, നമുക്കിത് പൊടിച്ചിടും. അപ്പോൾ ഒരു തേങ്ങ വറുത്തരച്ചതാണ്, ഒട്ടും വെള്ളമയം ഇല്ലാതെ നമ്മൾ പൊടിച്ചെടുത്താണ്ട് എണ്ണ തെളിഞ്ഞ് നിൽക്കുന്നത്. ഈ പരുവം വേണം അരിച്ചെടുക്കാൻ. നമ്മുടെ ചിക്കൻ എല്ലാം ഒരു വിസിലടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഉരുളയിലോട്ട് ഇട്ടിട്ടുണ്ട്. ഉള്ളി അതുപോലെ ഒരു വിസിലടിച്ചു, നല്ലപോലെ ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ. ഇനി നമുക്കിതുകൂടെ ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഒരുപാട് വെളിച്ചെണ്ണ കുറവ് ഉപയോഗിക്കാൻ, ഒരുപാട് വെളിച്ചെണ്ണ വേണ്ട. പ്രഷറൊക്കെ ഉള്ളവർക്ക് ചിക്കൻ കൂട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്താൽ അത് ഈ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് നമുക്ക് അരപ്പൂടങ്ങ് ഇട്ട് കൊടുക്കാം. അരപ്പ് ഇളക്കേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് അരപ്പങ്ങ് ഇട്ട് കൊടുക്കാം. അത് തന്നെ ഇളകി ചിക്കനകത്തായിക്കോളും. അപ്പോൾ അങ്ങനെ പുറത്ത് തന്നെ നമ്മൾ വെച്ച് കൊടുത്താൽ മാത്രം മതി. വളരെ പെട്ടെന്നാണ് രുചികരമായിട്ടുള്ള ചിക്കൻ കറി നമുക്ക് ഉണ്ടാക്കാൻ ഒക്കുന്നത്. എല്ലാത്തിനും ഒരു മനസ്സ് വേണമെന്നുള്ളത് സത്യമാണ്. പാചകം അറിയത്തില്ല എന്ന് പറയുന്നത് ഒരു അഭിമാനമായിട്ട് ആരും എടുക്കരുത്, അത് നമ്മുടെ കഴിവുകേട് തന്നെയാണ്. അപ്പം ചിക്കനെല്ലാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഇളക്കിയെടുത്ത് വെക്കാം. ഈ സമയത്ത് നമ്മൾ ഉപ്പുമൊക്കെ വേണോ എന്നൊക്കെ നോക്കണം. അരപ്പ് ഞാൻ ഇളക്കുന്നില്ല ഇപ്പോഴേ, അരപ്പ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, അത് തന്നെ ഇളകി മാറിക്കൊള്ളും. അതുവരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരുപാടങ്ങ് വെന്ത് പോകണ്ട അരപ്പ്, വേണ്ടാന്ന് ഇളക്കാത്തത്. അപ്പോൾ ആ വറുത്തരച്ചതിൻ്റെ ടേസ്റ്റ് അതുപോലെ തന്നെ നിലനിൽക്കും. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വറുത്തരച്ച ചിക്കൻ കറി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വളരെ പെട്ടെന്ന് ടേസ്റ്റോടുകൂടി തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. കണ്ടല്ലേ, അധികം എണ്ണയൊന്നും വേണ്ട കേട്ടോ.
അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. അപ്പോൾ ഞാൻ ഇച്ചിരി ഗ്രേവിയോട് കൂടിയാണ് എടുത്തേക്കുന്നത്. നല്ല തിക്ക് ഗ്രേവിയാണ് കണ്ടത്. ചപ്പാത്തിക്കാകുമ്പോൾ ഗ്രേവി വേണമല്ലോ. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.